രാജ്യത്തെ 25 സംരക്ഷിത തണ്ണീർത്തടങ്ങളുടെ പട്ടികയിലാണ് കോട്ടുള്ളി. കേരളത്തിലെ 5 സംരക്ഷിത തണ്ണീർത്തടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത്. 10.5 ഏക്കർ തണ്ണീർത്തടങ്ങൾ നികത്തിയും കണ്ടൽ വനങ്ങൾ അമർച്ച ചെയ്തും 2017 സരോവരത്ത് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണത്തിന് യാതൊരു അനുമതിയും ലഭിച്ചില്ലെങ്കിലും 85,000 ചതുരശ്ര അടിയിൽ വരുന്ന സ്ഥലത്ത് കൂറ്റൻ കെട്ടിടം ഉയർന്നു. കോർപ്പറേഷൻ അധികൃതരുടെ ഒത്താശയോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനം. ഈ സ്ഥലം അത്ര അതീവ പ്രാധാന്യമുള്ളതാണെന്നും അതുമാത്രമല്ല അത് ഡ്രീം സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്ഥലമാണെന്നും അതുകൊണ്ട് ഈ ഇവിടേക്ക് യാതൊരുവിധ പെർമിഷൻ കൊടുക്കാൻ പറ്റില്ലെന്ന് അന്നത്തെ കോർപ്പറേഷൻ സെക്രട്ടറി 2014 ഇവർ കൊടുത്ത ഒരു റിട്ട് പെറ്റീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ ഉടമ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൻ്റെ ഉടമയായ മുഹമ്മദ് അബ്ദുൽ കരീം ഫൈസൽ എന്ന ആൾ കൊടുത്ത അന്നത്തെ റിട്ട് പെറ്റീഷനിൽ കോർപ്പറേഷൻ സെക്രട്ടറി അന്ന് കൊടുത്തിരിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചതോടെ കണ്ണിൽ പൊടിയിടാനായി കോർപ്പറേഷൻ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പക്ഷേ ട്രേഡ് സെന്ററിന്റെ പ്രവർത്തനം തുടർന്നു. പ്രദേശവാസികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കഴിഞ്ഞ ദിവസത്തെ പുതുവർഷാഘോഷ പരിപാടിക്ക് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചെങ്കിലും പരിപാടികൾ പതിവ് പോലെ നടന്നു. നിയമം നോക്കുകുത്തിയായി. 31 ഞങ്ങൾ CIനെ വിളിച്ചു. നടക്കാവ് CIനെ വിളിച്ചപ്പോൾ പറഞ്ഞു കോർപ്പറേഷൻ ആരെങ്കിലും വരണം സീൽ ചെയ്യാൻ. സംഭവമൊക്കെ വാലിഡാണ്, കംപ്ലയിൻറ്റ് വാലിഡാണ്, സ്റ്റോപ്പ് മെമ്മോ ഉണ്ട്, അത് പ്രൊസീഡ് ചെയ്യരുതെന്നുള്ളതിൽ. അപ്പോൾ കോർപ്പറേഷൻ ഒഫീഷ്യൽ വരണം പക്ഷേ എന്ന് പറഞ്ഞപ്പോഴും സെക്രട്ടറി ഉച്ചവരെ പറഞ്ഞു ഞാൻ ആരാ വരുന്നതെന്ന് ഞാൻ ഇപ്പോൾ വിളിച്ച് പറയാം, നമുക്കത് സീൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കോൾ ആരും എടുത്തിട്ടില്ല. പിന്നെ 5:45 ഞാൻ വിളിച്ചപ്പോഴാണ് പറയണത് അതിന് അപ്രൂവലായി. തണ്ണീർത്തടം തകർത്തുകൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിനെതിരെ നടപടി വേണമെന്നും വെറ്റ്ലാൻഡ് അതോറിറ്റിക്ക് കൈമാറണമെന്നും 3 തവണ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും നടപടിയുണ്ടായില്ല. കേരള വെറ്റ്ലാൻഡ് അതോറിറ്റി 2 മാസം മുമ്പ് കോഴിക്കോട് ജില്ലാ കലക്ടർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും കത്തയച്ചെങ്കിലും അധികൃതർ നിഷ്ക്രിയത്വം തുടരുകയായിരുന്നു. രാജ്യത്ത് തന്നെ ഏറെ സംരക്ഷിതമായ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയാണ് കൂറ്റൻ കെട്ടിടം പണിതുയർത്തിയിട്ടുള്ളത്. നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന നിരവധി കോടതി ഉത്തരവുകൾ പുറത്തുവന്നിട്ടും നിയമലംഘനത്തിനെതിരെ അധികൃതർ ഇവിടെ കണ്ണടയ്ക്കുകയാണ്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.